എല്ലാവർക്കും അവരുടെ പുതുടിക്ക് എല്ലാവർക്കും സാധാ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം റോബ്ലോക്സിൽ നമ്മൾ ഡ്രൈവിംഗ് എംപയർ എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ ഗെയിമിൽ ഇന്ന് എൻ്റെ കാർ കളക്ഷൻ കാണിക്കാൻ പോണ ഗെയ്സ് ഇത്രയുള്ളൂ. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാറ് കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ അതാണ് ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാർ നോക്കുകയാണെങ്കിൽ ഇത് കയറത് 2022 ഔഡി TT RS കോപ്പി ഇത് പേരാണ് ഗൈസ്, പേരാണ് കോപ്പി. പിന്നെ ഇത് നമ്മൾ പണിഞ്ഞ് ഇതെനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് റിലീസ് ചെയ്താന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ ഗൈസ്, ഈ ഇടയ്ക്ക് റിലീസ് ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ മേടിച്ചു എന്നിട്ട് ബോഡി കിറ്റൊക്കെ കയറ്റി സീനാക്കി ഗൈസ് വണ്ടി. ഇതിപ്പോൾ പിന്നെ ഇത് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ല, വലിയ സ്പീഡ് അങ്ങനെയൊന്നും പരിപാടിയൊന്നും ഇല്ല. ഇതിൻ്റെ സൈലൻസറൊക്കെ മോഡിഫൈ ചെയ്തിട്ട് ഇച്ചിരി സീനാക്കിയിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സിലേഷൻ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഒച്ചയാണ്. അതാണ് ഫുള്ളൊന്നും കൊടുക്കാതെ ഇരുന്നത്, ഫുള്ള് പൊട്ടിച്ച് ടോട്ടോന്ന് പറഞ്ഞാൽ പൊട്ടും. ഇനി നമുക്ക് സെക്കൻഡ് വണ്ടിയിലോട്ട് കിടക്കാം. സെക്കൻഡ് വണ്ടി നമ്മുടെ ഇതൊരു നമ്മൾ കുറേ വണ്ടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്തോ കുറേ വണ്ടി 3 വണ്ടി ഒരുമിച്ച് വെച്ചാൽ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 2016 കാഡിലാക് ATS VR GT3. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. പിന്നെ ഇത് എനിക്കൊരു EV വണ്ടിയാണ്, ഇതിന് അധികം ഒച്ചയില്ലാന്ന് തോന്നുന്നു. നോക്കാം ഗൈസ് നമുക്ക്. അതെൻ്റെ തെറ്റായിരുന്നു ഗൈസ്, ഞാൻ വിചാരിച്ചു ഇത് EV കാറായിരിക്കുന്നു. പിന്നെയല്ല മനസ്സിലായ ഇത് EV കാറൊന്നും അല്ലെന്ന്. എന്നെ പോട്ടേന്ന് പറയും, ഒച്ച ടോട്ടോ എന്ന് പറയും. ടോട്ടോ എന്നല്ല ഇങ്ങനെ ഡ്രെന്ന് പറയണ ഇങ്ങനെ വെച്ച. ഇനി അടുത്തത് 2023 ഫെയർവേ സൂമർ. ഇത് ഞാൻ മറ്റേ കോഡ് അടിച്ചിട്ട് കിട്ടിയാണ്, ഞാൻ യൂട്യൂബിൽ കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വണ്ടി കിട്ടും. അപ്പം ഇതിനങ്ങനെയൊന്നും ഇല്ല, നോക്കാം നമുക്ക്. അപ്പോൾ ആക്സിലേഷൻ സൗണ്ട് ഇതില്ലേ കൈസ്, നമുക്കിങ്ങനെ ചെറിയ റോട്ടിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ ഇത് ഭയങ്കര സ്പീഡാട്ടോ കൈസ്. ഇത് നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകാം. ചെറിയ വഴിയൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ കയറി പോവാം, ഇതുവഴി പെട്ടെന്ന് ഇങ്ങനെ കയറി പോവാം. പെട്ടെന്ന് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കണമെങ്കിൽ സ്ഥലം മാറിപ്പോലോ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വേഗം വണ്ടി ഇങ്ങനെ കറക്കി പോവാം. മറ്റേ വണ്ടി പോലെ അല്ലായിരിക്കും കഴിച്ചത്, അതാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വണ്ടി എന്ന് പറയുവാണെങ്കിൽ ഇങ്ങനെയാണ്. ഇത് നമ്മൾ മിസ്റ്റർ ബീൻ്റെ വണ്ടിയില്ലേ ഗൈസ്, അത് നമ്മൾ ലുക്കാക്കി മിസ്റ്റർ ബീൻ്റെ വണ്ടി പോലെ നമ്മൾ ഇതാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് 1973 ഫിയറ്റ് 500 ക്ലാസിക്, അതാണ് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടി എന്ന് തോന്നുന്നു. ആ മിസ്റ്റർ ബീൻ്റെ വണ്ടി പോലെ നോക്കിയിട്ട് നമ്മൾ അധികം മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒച്ച ഏൽപ്പിച്ചേക്കാം. ഇതിനും അതുപോലെയൊക്കെ തന്നെ ഒച്ചയാണ് ഗൈസ്, അങ്ങനെ വലിയൊന്നുമില്ല, ബൂസ്റ്റ് ഇടാൻ മാത്രമേ അങ്ങനെ ഒച്ചയുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് ഗൈസ് നമ്മുടെ ബീസ്റ്റ് വരാൻ പോണത്. 2025 ഫോർഡ് മസ്താങ് GTD. അതാണ് ഗൈസ് മാസ്. ഇത് നമ്മൾ മോഡിഫൈ ചെയ്ത് കലക്കൻ 397 km/h. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയ അത് ഭയങ്കര. ഇത് നമ്മൾ ബോഡി കിറ്റ് കിട്ടി ഭയങ്കര ചിലപ്പോൾ ട്യൂണിങ് കിറ്റൊക്കെ കിട്ടി നമ്മൾ സീനൊക്കെ വെച്ചേക്കണതാണ്. പിന്നെ ഇതിൻ്റെ ബോഡി കിറ്റും കൂടെ നാളെ ഡ്രൈവിംഗ് എംപയർ റിലീസ് ചെയ്തായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ബീസ്റ്റിനെ അങ്ങ് മോഡിഫിക്കേഷൻ ചെയ്ത് സീനൊക്കെ കാണിച്ചു തരാട്ടോ ഗൈസ് ഞാൻ ഒച്ചയും. ഇതാണ് ഗൈസ് നമ്മുടെ ബീസ്റ്റിൻ്റെ ഒച്ച. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലഗോ ഇവറ്റ് വന്നില്ലായിരുന്നു, അപ്പം കിട്ടിയൊരു മോൺസ്റ്റർ ട്രക്കാണ്. ഇതിനങ്ങനെ ഒച്ചയൊന്നും അങ്ങനെ പറയാനില്ല, ഇത് ഇങ്ങനെ ഒരു ചുമ്മാ ഒരു മോൺസ്റ്റർ ട്രക്ക് അങ്ങനെ വേണം പറയാം.
ഇങ്ങനെയാണ് ഗൈസ്. ഇത് പിന്നെ സ്റ്റോക്ക് കണ്ടീഷനാണ്, മോഡിഫിക്കേഷൻ ഇങ്ങനെ ചെയ്താൽ നിന്നിട്ടില്ല ഞാൻ. വേറെ സ്റ്റോക്ക് കണ്ടീഷനാണ്. പിന്നെ 2000 അയ്യോ അത് ഇത് 2025 നാസ്കാർ ഫോർഡ് മസ്താങ് ഡാർക്ക് ഹോഴ്സ്, അതാണിത്. ഇത് മറ്റേ നാസ്കാറിൻ്റെ അങ്ങനെ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണിത്. പിന്നെ വേറെ നോക്കാൻ നിന്നില്ല. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ വേറെ 2025 നാസ്കാർ ടൊയോട്ട ക്യാമറി SXSE അതാണ്. പിന്നെ നമ്മൾ സ്റ്റിക്കർ 200 ട്രോഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ സ്റ്റിക്കർ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ 2022, ഇത് ഞാൻ ചുമ്മാ കളർ മാറ്റിയിട്ടേക്കണേ, ഒരു ഓഫ് റോഡ് വണ്ടി ഇരിക്കട്ടെ എന്നിട്ട്. 2022 നിസാൻ ഫ്രോണ്ടിയർ, പിന്നെ ബ്രാക്കറ്റിൽ D41. ഇതെന്തോ പേരാണ് ഗൈസ്, എൻ്റെ പേരത്. ഇങ്ങനെ ഒരു വണ്ടി, ഇത് ഇങ്ങനെ വലിയ രസമൊന്നുമില്ല. പിന്നെ അടുത്തത് 2017 നിസാൻ GTR ബോൾട്ട്. ഇത് നമ്മൾ കോഡൊക്കെ അടിച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിങ്ങനെ കോഡടിച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 2020 നിസാൻ ലീഫ് നിസ്മോ RC കാർ. ഇനി അടുത്തത് അടുത്തും പോട്ടെ, ഇത് നമ്മൾ മോഡിഫൈ ചെയ്ത കളറൊക്കെ മാറ്റി സീനൊക്കെയാണ്. ഇത് 3 വണ്ടി വെച്ചിട്ട് കാർ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് എന്തോ 3 വണ്ടി വെച്ചിട്ടിരിക്കുന്നു, നമുക്ക് അത് കിട്ടിയതാണ് ഈ വണ്ടി. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ 2023 റിനോൾട്ട് 5 ടർബോ 3E. ഇത് ഇലക്ട്രിക് വണ്ടിയാണ്, ഒച്ചയൊന്നും ഇല്ല ഗൈസ് ഈ വണ്ടിക്ക്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ 3 വണ്ടി വെച്ച് പാക്കിന് മേടിച്ചാണ് ഈ വണ്ടിയും. വണ്ടിയുടെ ലുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പാക്കിനും വണ്ടി മേടിച്ചാണ്. പിന്നെ 2050 റിനോൾട്ട് 2C, ഇത് ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തതാണ്. ഇത് റിനോൾട്ട് 2C. അപ്പം ഞാനത് 2000 അത് എത്രയാണ് വയസ്സ്, അത് കോഡ് നോക്കിയിട്ട് പറയട്ടെ വയസ്സ്. അത് ഹാപ്പി 2026 ക്യാപിറ്റൽ ലെറ്റർ ആട്ടോ വയസ്സ്, ഫുൾ ഹാപ്പി 2026 അടിച്ചാൽ ഇത് കിട്ടും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1991 ടനാക്ക ടോറ്റിയോ, ഇതിൻ്റെ പേരാണ് വായിക്കാൻ പറ്റുക. അത് നമ്മൾ മോഡിഫൈ ചെയ്ത്, ഇത് ഇന്നാണ് മേടിച്ച വണ്ടി കേട്ടോ ഇത്. മോഡിഫൈ ചെയ്ത് കലക്കാനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. മോഡിഫൈ ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് ചുമന്ന കളർ ലൈറ്റൊക്കെയാണ് കൈസും വിട്ടിട്ടൊക്കെ. പിന്നെ ഇതിന് ബോഡി കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് കാരണം ബോഡി കിറ്റ് കിട്ടി സീനൊക്കെ നമ്മൾ. ഇനി അടുത്തത് ദ ബാഡ് ഗൈ ടു ബെറ്റി ബെറ്റർ അത് ഞാൻ പറഞ്ഞാണ്. മറ്റേ കോഡടിച്ചാൽ ഇത് കിട്ടും. ഞാൻ ഇങ്ങനെ കടച്ചേർന്നല്ലോ, കോഡടിച്ച് ഇതിങ്ങനെ കിട്ടുന്നതാണ്. അയ്യോ ഇത് ലോഡ് ചെയ്ത് പറഞ്ഞല്ലോ ഇച്ചിരി. അയ്യോ വെള്ളക്കറല്ല, ഇത് തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടേക്ക് ഇങ്ങനെ ഓയിലൊക്കെ കഴിക്കണം. പിന്നെ അടുത്തതാണ് 2021 ടൊയോട്ട GR സൂപ്ര ഓപ്പൺ ടോപ്പ് കൺസെപ്റ്റ്. ഇത് മറ്റേ മണ്ടലത്തെ റൂഫ് ഇങ്ങനെ തുറക്കാനോ അടയ്ക്കാനോ പറഞ്ഞത്. കാണിച്ചു തരാം ടൈസ്, അത് ഇച്ചിരി വെട്ടത്തുള്ള സ്ഥലത്ത് പോയി കാണിച്ചു തരാം, എന്നാലേ കാണത്തുള്ളൂ. ഇവിടെ എത്താം. ഇനി ഇവിടെ ഒരു ബട്ടണുണ്ട്, അത് പിടിച്ച് വെക്കാത്ത കണ്ടോ മണ്ടൽ സാധനം പോവും. എന്നിട്ട് മണ്ടൽ സാധനം ഇങ്ങനെയാവും, ഓപ്പൺ ഇങ്ങനെ നോക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഇന്നാൾ മേടിച്ച വണ്ടി തന്നെയാണ്. എന്നിട്ട് പണിഞ്ഞ് നമ്മൾ സെറ്റൊക്കെ ആക്കി. പിന്നെ 1996 ടൊയോട്ട സൂപ്ര ടർബോ, ഇതാണ് ഗൈസ് വിഷയം. ഇത് നമ്മൾ നമ്മുടെ എന്താ പറയുക ഫോർഡിൻ്റെ മസ്താങ് അത് മേടിക്കായിരുന്നില്ലേ മറ്റേ നമ്പർ ബീസ്റ്റിന്ന്, അതിൻ്റെ ഒപ്പം തന്നെ മേടിച്ചാണ് ഈ സൂപ്ര. അതും നമ്മൾ പണിക്ക് കലക്കനാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒച്ച ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ച് കാണിക്കാം. കണ്ടില്ലേ ഗൈസ്, ആ പുറകിലത്തെ എക്സോസ്റ്റിന്ന് ഒട്ടോ എന്ന് പറഞ്ഞിട്ട് തീ വന്നത്, അതാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് കലക്കനാക്കിയേക്കാണ്. ഇനി അടുത്തത് 1963 വോക്സ് വാഗൺ ടൈപ്പ് 2 T1 സംബ. പിന്നെ മറ്റേ
ഡീലക്സ് എന്താണെന്നറിയില്ല. അത് നമ്മൾ ഷാജി പാപ്പൻ്റെ വണ്ടിയാക്കിയേക്കാണ് ഗൈസ്. പിന്നെ അല്ല, നമ്മൾ ഷാജി പാപ്പൻ്റെ വണ്ടിയാക്കിയേക്കാണ്. അത് ഷാജി മസ്റ്റ് സലാമടിക്കും. അപ്പോൾ ഷാജി പാപ്പൻ്റെ വണ്ടിയാക്കി നമ്മൾ ഇന്നലെ മേടിച്ചാണ് ഈ വണ്ടി. ഷാജി പാപ്പൻ്റെ ലുക്കൊക്കെ കിടുക്കനാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് പുറകിൽ നിന്ന് ബൂസ്റ്റൊക്കെ ഇടാനത്താണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, പുറകിൽ നിന്ന് ഇങ്ങനെ കരി പോകണ പോലെയൊക്കെയാണ് നമ്മൾ കേൾക്കണം കണ്ടോ. അതെന്തി കരി വരണോ? കരി വരണുണ്ടോ ഗൈസ്? ഇങ്ങനെ കരി വരണ പോലത്തെ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയത്. ഒച്ച കാണിച്ചുതരാം, അപ്പോൾ കരിയുടെ ഒച്ചയും കൂടെ കേൾക്കും. കണ്ടോ ഗൈസ്, നമ്മൾ അതുപോലെ തന്നെ കലക്കനാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മേടിക്കാൻ നേരത്തെ ഇങ്ങനെ 2 സെക്കൻഡറി അങ്ങനെ കുറേ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് ഷാജി പാപ്പൻ്റെ വണ്ടിയുടെ കളറങ്ങ് അടിച്ച്. പിന്നെയല്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അടിച്ചത്. പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഏതാ 2 ബൈക്കുണ്ട് ഗൈസ്. ഇത് മറ്റേ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കോഡ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഇങ്ങനെ അടിച്ചാൽ നമുക്കൊരു സ്നോ ബോൾ ബൈക്ക് കിട്ടും ഗൈസ്. ഇത് എന്നൊക്കെ പറയും, ഫ്രണ്ടൊക്കെ പോക്കാൻ പറ്റും ഇങ്ങനെ. അയ്യോ, സ്നോ ബോൾ ബൈക്ക് ഫ്രണ്ടൊക്കെ പോയി സീനായിട്ട് പോയി ഇങ്ങനെ ഫീ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ഓക്കെ ഷ്യൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അയ്യോ, പിന്നെ അടുത്ത ബൈക്ക് നോക്കുകയാണെങ്കിൽ അത് മറ്റേ ഈ സ്നോ ബോൾ ബൈക്കിൻ്റെ പേര് 2025 ഡ്രൈവിംഗ് എംപയർ സ്നോ ബൈക്ക്. അതെങ്ങനെയാണ്. പിന്നെ 2019 KTM RC 390 അതാണ്. അപ്പോൾ ഇത് എനിക്ക് ഡ്യൂക്ക് ബൈക്ക് ഇഷ്ടമാണ് കൈസ്. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് ബൈക്ക് എടുത്ത് കൈസ്. പിന്നെ അല്ല, ഇതൊക്കെ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ സീനാണ് കൈസ്. ഇനി അല്ല ഫ്രണ്ട് കൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ അടുത്തത് ലെഗോ വേർഷനാണ്. ഇത് ഞാൻ ലെഗോ വേർഷൻ്റെ സമയത്ത് ഞാനാണെങ്കിൽ മറ്റേ ഓരോ ടാസ്ക് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് മറ്റേ മോൺസ്റ്റർക്കാരൻ. അത് കഴിഞ്ഞിട്ടാണ് ഈ ലെഗോയുടെ ബൈക്ക് കിട്ടിയത്. ഇത് ലെഗോ പോലീസ് മോട്ടോർ സൈക്കിൾ. അത് ലെഗോ വേർഷൻ പോലെയാണ് ഉണ്ടാക്കിയേക്കണത്. കണ്ടത് ഇങ്ങനെ ലെഗോ വേർഷൻ പോലെ. ഇതിൽ ലൈറ്റ്, ജയില് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇത് ഇങ്ങനെ എടുക്കാറില്ല, ബൈക്കൊന്നും നമ്മളങ്ങനെ എടുക്കാറില്ല ഗൈസ്. നമ്മൾ ഈ മറ്റെന്തായിരുന്നു നമ്മളിങ്ങനെ നമ്മൾ ആ കാർ മാത്രം നമ്മളെടുത്ത് ഓടിക്കാറുള്ളൂ. അതാണ്ട് ഗൈസ്, ഈ ബൈക്ക് എടുത്ത് ഓടിക്കാൻ വലിയ രസമില്ല ഗൈസ്. അതാണ്. നമുക്ക് വേറെ ബോട്ട് ഹെലികോപ്റ്ററൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമ്മൾ പാവപ്പെട്ടവരാണ് ഗൈസ്, നമ്മൾ റിച്ച് അല്ല. ഇതാണ്. പിന്നെ ഇത്രയും ഉണ്ട് മറ്റേ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ. പക്ഷേ നോൺ ആക്കിയിടുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്, കുറേ വണ്ടിയുണ്ട്. അതൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ലേ. അതൊക്കെ ഞാൻ മേടിച്ചിട്ടേക്കണ ചുമ്മയാണ്. പിന്നെ ഈ ഒരു വണ്ടിയുണ്ടോ, ബേബി ട്രോളർ പോലത്തെ ഒരു വണ്ടി. ഇത് ബേബി ട്രോളർ മറ്റേ കൊച്ചുങ്ങളുടെ വണ്ടി. ഞാൻ കാണിച്ചുതരാം. ഇത് വലിയ കിടാൻ പറഞ്ഞ സെറ്റപ്പോ, സെക്യൂരിറ്റി ആയപ്പോൾ വലിയ കിടാൻ പറഞ്ഞ സെറ്റപ്പ് ഉണ്ടല്ലേ. അത് ഞാൻ ഒരു ദിവസം കഴിച്ചു തരാം. പിന്നെ ഇത് ലെഗോടെ ഇങ്ങനെ ഇതും ബേബി സ്കൂട്ടർ. ഇതെനിക്ക് കിട്ടിയതാണ്. ഇത് നല്ല രസം ഓടിക്കുക. ഇതെന്നായിരുന്നു ലെഗോ ഹോട്ട് ഡോഗ് കാർട്ട് കേട്ടോ. ഹോട്ട് ഡോഗ് പോലെ ഇരിക്കണ കാർട്ട്. അയ്യോ ഇടിച്ചേ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.